പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ഏറ്റവും വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം യോഹന്നാൻ തന്നെയാണ് എഴുതപ്പെട്ടതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് യോഹന്നാൻ യേശു ദൈവപുത്രനാണെന്നും തെളിയിക്കുന്ന അനുഭവം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുന്ന അതിൻ്റെ സവിശേഷതകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തെ സവിശേഷമാക്കുന്ന 7 പ്രത്യേകതകൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. 1. യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനെന്നും യോഹന്നാൻ്റെ പ്രാരംഭം മുതൽ ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടുവെന്നും മഹത്തായ പ്രഖ്യാപനം വരെ അവതരിപ്പിച്ചിട്ടുണ്ട്. തോമസിൻ്റെ എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ 20:28 എന്ന ഏറ്റുപറച്ചിൽ മുഖാന്തരം യേശു ജഡത്തിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ പുത്രൻ തെളിയിക്കുന്നു. 2. 98 പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള പറച്ചിലാണ് വിശ്വസിക്കുക എന്നത്. ക്രിസ്തുവിനെ കൈക്കൊള്ളുക എന്നതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. 1:12 എന്നതിന് സമമാണ്. ക്രിസ്തുവിനോടുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഹൃദയം അതിന് ആവശ്യമാണ്. 3. യോഹന്നാൻ്റെ സവിശേഷ ശൈലിയായ നിത്യജീവൻ എന്ന് നമ്മിൽ പകരപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ജീവനെ കാണിക്കുന്നു. ക്രിസ്തുവുമായുള്ള ഐക്യം മുഖാന്തരം അനന്തരമായി ജീവിച്ചിരിക്കുക എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാപത്തിൽ നിന്നും പിശാചിൽ നിന്നും നമ്മളെ വിടുവിക്കുവാൻ മോചനവും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയുമാണ് അതിനെ കാണിക്കുന്നത്, ഇവിടെ കാണാൻ കഴിയുന്നത്. 4. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ. യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങൾക്ക് ശേഷം അവൻ്റെ ജീവനും ശക്തിയും വിശ്വാസികൾക്ക് അനുഭവസ്ഥമാക്കുവാൻ കഴിയും. 5. സത്യം. യേശു തന്നെയാണ് സത്യം. പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണെന്നും ദൈവത്തിൻ്റെ വചനം സത്യമാണെന്നും സത്യം ശിഷ്യന്മാരെ സ്വതന്ത്രനാക്കുന്നുവെന്നും ഇവിടെ വെളിപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ 8:32 അവരെ ശുദ്ധീകരിക്കുന്നു. 15:3 അത് സാത്താൻ്റെ പ്രകൃതിക്കും വിപരീതമായുള്ള സംഭവമാണ്. അപ്പം 7 എന്ന് സംഖ്യയുടെ പ്രാമാണികത്വം 7 അടയാളം 7 സംഭാഷണങ്ങൾ 7 ഞാനാകുന്നു എന്ന അവകാശവാദങ്ങൾ ഇവ യേശു ആരാകുന്നു എന്നതിൻ്റെ തെളിവുകളും യോഹന്നാൻ തന്നെ എഴുതിയ വെളിപ്പാട് പുസ്തകത്തിൽ 7കളുടെ പ്രാമാണികത്വവും കാണുക. 7 മറ്റു പല പ്രാമാണിക പദങ്ങളുടെ ഉപയോഗവചനം വെളിച്ചം, ജഡം, സ്നേഹം, അറിയുക, ഇരട്ടെ, ലോകം തുടങ്ങിയ പദങ്ങൾ യോഹന്നാൻ നിരന്തരം ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം എഴുതിയതും യോഹന്നാനാണല്ലോ. യോഹന്നാനാണ് പ്രായം ചെന്ന് മരിച്ചതും, അതായത് രക്തസാക്ഷിയാവാതെ മരിച്ച ആളും യോഹന്നാനാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ യോഹന്നാനിൽ കൂടി ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളെയാണ് അല്ലെങ്കിൽ സവിശേഷതകളെക്കുറിച്ചാണ് ആദ്യം ഞാൻ പറയപ്പെട്ടത്. ശിഷ്യന്മാരെങ്ങനെയാണ് പൊതുജനനം പ്രാപിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ 20:22 ഇങ്ങനെ പറഞ്ഞ ശേഷം യേശു അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറയുന്നതായിട്ട് നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനം കാണാൻ കഴിയുന്നുണ്ട്. ഉടനീളം പരിശോധിച്ചു കഴിഞ്ഞാൽ പുനരുദ്ധാന ദിനത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയത് അവർ പെന്തക്കോസ് ദിനത്തിൽ പ്രാപിച്ച ആത്മസ്നാനമായിരുന്നില്ല. പ്രവൃത്തി 1:5, 2:4 നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെയോ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവർക്ക് പരിശുദ്ധാത്മാവിനെ പുതുക്കുന്ന സാന്നിധ്യവും പുതുജീവിതവും നൽകിയ ഒരു സന്ദർഭമായിരുന്നു അത്. യേശുവിൻ്റെ വിസ്താരത്തിനും ക്രൂശീകരണത്തിനും മുമ്പ് ശിഷ്യന്മാരുമായി നടത്തിയ സംഭാഷണത്തിൽ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. പരിശുദ്ധാത്മാവൻ അവരെ പുതുക്കും, അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിലിരിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:17 ഇപ്പോൾ യേശു വാഗ്ദത്തം നിവർത്തിക്കുന്നതായിട്ട് നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. 2. യോഹന്നാൻ 20:22 പുതുക്കത്തെയാണ് കാണിക്കുന്നത് എന്ന വസ്തുത അവൻ അവരുടെ മേൽ ഊതി എന്ന പദത്തിൽ നിന്ന് ഗ്രഹിക്കാം. ഉൽപ്പത്തി 2:7 യഹോവയെ ദൈവം മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന ഭാഗത്തും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
ഈ വാക്കുകളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.